ഗൈസ്, ഈ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഉത്സവങ്ങളൊന്നും കൂടാൻ പറ്റിയില്ലെങ്കിലും ഒരു പള്ളിപ്പെരുന്നാൾ കൂടാൻ പറ്റി കേട്ടോ. ഇത് സെൻറ്റ് ജൂഡ് പള്ളി, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ പള്ളി ഉള്ളത്. ഈ പള്ളിയിലെ പെരുന്നാളാണ്. ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ ആ വീടിൻ്റെ സൈഡും ഫുള്ളും ലൈറ്റൊക്കെ ഇട്ട് ഫുള്ളും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പ്രദക്ഷിണം പോകുന്ന ദിവസമാണ്. സാധാരണ ഞങ്ങൾ പ്രദക്ഷിണം പോകുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ. നമുക്കങ്ങനെ ജാതിയും മതമൊന്നും ഇല്ലല്ലോ ഏത്. അപ്പോൾ ഞങ്ങൾ ധൃതി പിടിച്ചുള്ള തിരക്കിലാണ്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഞങ്ങൾ വിളക്ക് എത്തിക്കാറുണ്ട് കേട്ടോ. ഓരോരുത്തർ അവരവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വിളക്കോ ചിരാത് അല്ലെങ്കിൽ മെഴുകുതിരി ഇങ്ങനെ എല്ലാം കത്തിക്കാറുണ്ട്. നമ്മൾ വിളക്കും ചിരാതാണ് കത്തിച്ച് വെക്കാറ് കേട്ടോ. അങ്ങനെ കറക്റ്റ് താഴെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ധൃതി പിടിച്ചിട്ട് കത്തിക്കാൻ പോവാണ്. ഭയങ്കര കാറ്റായിരുന്നു, കത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ അപ്പത്തെ തുഷാരായൻ്റെയും വന്ന് ഞങ്ങൾ വേഗം വിളക്ക് എത്തിക്കാൻ വേണ്ടി പോയി. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെയധികം സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും. അങ്ങനെ വേഗം ഞാൻ കത്തിക്കും കാറ്റ് വരും അണയും, ഞാൻ കത്തിക്കും കാറ്റ് വരും അണയും. ഇത് തന്നെയായിരുന്നു പരിപാടി. തുഷാരാൻ്റെ അവിടുത്തെ കത്തിച്ച് കഴിഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് വന്നു കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു. പ്രദക്ഷിണം വന്നു തുടങ്ങി കേട്ടോ. അത് ആരംഭമായിട്ടതാ പൂത്തിരൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ എന്താ പ്രദക്ഷിണത്തിനെ പറയാ? ചിലർ റാസ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കറിയുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പള്ളിപ്പെരുന്നാളും കൂടിയാണ്. എനിക്കപ്പോൾ ശ്രുതിനോട് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാനും ഓരോരുത്തരെ കാണിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ധൃതിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പള്ളിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി വെടിക്കെട്ടുണ്ടായിരുന്നു. ലാസ്റ്റിൽ ഇതേൻ്റെ കൂട്ടത്തിലൊക്കെ കുറച്ച് ഐസ്ക്രീമും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.